കണ്ണൂർ പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. കണ്ണൂർ DMOയുടെ ചേംബറിലാണ് യോഗം. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. KT വിബീഷ് നൽകും വിശദാംശങ്ങൾ. വിബീഷ്, എന്തൊക്കെ വരും ഈ യോഗത്തിൽ ചർച്ചയായി? വിനിഷ, പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ഇപ്പോൾ, അതായത് 3:30 മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. കണ്ണൂർ DMOയുടെ ചേംബറിലാണ് യോഗം നടക്കുക. 7 പേരാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. അതായത് തലശ്ശേരിയിലെ ഗവ ലീഡർ, അതുപോലെ തന്നെ പരിയാരത്തെയും, അതുപോലെ കണ്ണൂർ, അതേപോലെ തലശ്ശേരി എന്നീ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്നതാണ് മെഡിക്കൽ ബോർഡ്. കുട്ടിയുടെ ചികിത്സാ രേഖകൾ, അതുപോലെ നൽകിയ ചികിത്സ, കുട്ടിക്ക് നേരത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ബോർഡ് പരിശോധിക്കും. തുടർന്നായിരിക്കും പോലീസിന് റിപ്പോർട്ട് നൽകുക. സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ബോർഡ് രൂപവൽക്കരിച്ചത്. കുട്ടിയുടെ കുടുംബം തന്നെ നേരത്തെ ഇത്തരത്തിൽ ഡോക്ടർമാർ അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ഒരു ഡോക്ടറെ മാത്രമാണ്, അതായത് കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഒരു ഡോക്ടറെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. മറ്റു 2 ഡോക്ടർക്കെതിരെ കൂടി ആരോപണമുണ്ടായിരുന്നു. അവരുടെ മൊഴി പോലീസ് ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസിന്റെ റിപ്പോർട്ട് നേരത്തെ DMOക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അരമണിക്കൂറിനകം നടക്കുന്ന യോഗത്തിൽ കുട്ടിയുടെ മെഡിക്കൽ ബോർഡുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും തുടർന്ന് റിപ്പോർട്ടാക്കി DMOക്ക് നൽകുകയും ചെയ്യും. ഇതിനെ തുടർന്നായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കൈക്കൊള്ളുക. ശരി വിബീഷ്.